ജയിലിൽ കിടക്കുന്ന മകനെ ഇറക്കാമെന്ന് വാഗ്ദാനം നൽകി എക്സൈസ് ഓഫീസർ ചമഞ്ഞ വൃദ്ധമാതാവിൽ നിന്നും പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം കൊണ്ടോട്ടിയിൽ താമസിക്കുന്ന വടക്കുംകര സ്വദേശി അറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷിബിലിയാണ് കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിലിൽ കഴിയുന്ന യുവാവിന്റെ വൃദ്ധമാതാവിൽ നിന്നും പല തവണകളായി 85,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തിയ വൃദ്ധമാതാവിനെ പരിചയപ്പെട്ട മുഹമ്മദ് ഷിബിലി താൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണെന്നും 3 ലക്ഷം രൂപ തന്നാൽ മകനെ കേസിൽ നിന്നും ഒഴിവാക്കി തരാമെന്നും വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അതിനായി ഇയാൾ വ്യാജ ID കാർഡ് ഉൾപ്പെടെ നിർമ്മിച്ച് വൃദ്ധമാതാവിനെ കബളിപ്പിച്ചു. തുടർന്ന് അവരുടെ ബന്ധുക്കളെയും കബളിപ്പിച്ച് പല തവണകളായി 85,000 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ FIRന്റെ പകർപ്പുൾപ്പെടെ ചോദിച്ചപ്പോൾ അത് നൽകാൻ ഷിബിലിക്ക് സാധിക്കാതെ വന്നതോടെയാണ് വീട്ടുകാർക്ക് സംശയം ഉടലെടുത്തത്. ഇവർ കസബ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ തട്ടിപ്പാണെന്ന് വ്യക്തമാവുകയും തന്ത്രപൂർവ്വം പോലീസ് ഷിബിലിയെ കുടുക്കുകയുമായിരുന്നു. കസബ SI ജഗ്മോഹൻ ദത്തിന്റെ നേതൃത്വത്തിലാണ് ഷിബിലിയെ പിടികൂടിയത്. കോഴിക്കോട് ജില്ലാ ജയിലിൽ ഒരു NDPS കേസിനകത്ത് കിടക്കുന്ന ഒരു പ്രതിയുടെ ഉമ്മയിൽ നിന്ന് 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടാണ്. താൻ എക്സൈസ് ഇൻസ്പെക്ടറാണെന്നും ആ പേപ്പറുകളൊക്കെ തൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും താൻ അയാളെ പുറത്തിറക്കാൻ സഹായിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ 85,000 രൂപ അവർ പല തവണകളായിട്ട് GPay ചെയ്തും നേരിട്ടും ഒക്കെ കൊടുത്ത കേസിൽ പ്രതിയാണ്. ഇയാളെ നമ്മൾ കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് വെച്ചിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. IB ഉദ്യോഗസ്ഥന് അതുപോലെ തന്നെ റോയുടെ ഉദ്യോഗസ്ഥന് എന്നൊക്കെ പറഞ്ഞ പല പല ഉദ്യോഗസ്ഥരുടെ വേഷത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രകൃതത്തിലാണ് ആൾക്കാരെ തട്ടിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇയാളൊരു സ്ഥലത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തന്നെ സ്വന്തം പേരിൽ പാഴ്സൽ അയപ്പിക്കും. ഇപ്പോൾ അയാളുടെ റൂമിൻ്റെ നമ്പർ 107 ആണ് എന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെ മറ്റാരെങ്കിലും കൊണ്ട് ഒരു പാഴ്സൽ IB ഒന്ന് ഇയാളുടെ പേരും വെച്ചിട്ട് IB ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് റൂമിലോട്ട് അയപ്പിച്ചിട്ട് ഇയാൾ അപ്പോൾ എല്ലാവരും കൺവിൻസ് ചെയ്യും. മേക്ക് ബിലീവാണ് ഇയാളുടെ തിയറി. അത് കഴിഞ്ഞ ശേഷം ഒരു 3,000-4,000 രൂപ പെൻഡിങ് ആക്കിയിട്ട് ഇയാൾ ഇറങ്ങി പോവുകയും ചെയ്യും. ആർക്കും പരാതിയില്ല. ഇയാൾ IB ഉദ്യോഗസ്ഥൻ എന്നുള്ള ലെവലിൽ ചമഞ്ഞുള്ള തട്ടിപ്പാണ്. നേരത്തെയും വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച് അത് കാണിച്ച് IBയിലെയും റോയിലെയും ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയതിന് ഇയാൾക്കെതിരെ കേസുകളുണ്ട്. നടക്കാവ്, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ID കാർഡുകൾ കാണിച്ച് ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് പണം നൽകാതെ ഇയാൾ മുങ്ങിയിട്ടുമുണ്ട്. മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം നൽകുന്ന 2ാം വിവാഹക്കാരായ സ്ത്രീകളെ വിളിച്ച് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് അവരിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുക്കുന്നതും ഇയാളുടെ രീതിയാണ്. ലോഹം എന്ന സിനിമ കണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ആൾമാറാട്ടം നടത്തി തട്ടിപ്പിനിറങ്ങിയതെന്ന് ഷിബിലി പോലീസിനോട് സമ്മതിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധർമ്മൻ, രാജീവ്, സിവിൽ പോലീസ് ഓഫീസർ നിമേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.